അപ്പോൾ ഇന്നൊരു മണ്ണള്ള പാചകമാണ്. എൻ്റെ കെട്ടിയവൻ നന്നായിട്ട് നോൺ വെജ് വയ്ക്കും. ഇറച്ചിയും ആണെങ്കിലും മീനാണെങ്കിലും. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അന്നോർത്ത് ഇന്ന് ഇതൊരു വീഡിയോ ആക്കി ഇന്ന് എടുക്കാം. ഇന്ന് കെട്ടിയവനായിരുന്നു മീൻ വെച്ചത്. ഇന്ന് ഓഫ് ഡേ ആയിരുന്നു 2 പേർക്കും. അപ്പോൾ ഞങ്ങൾ സാധാരണ ചെയ്യുന്നത് ചട്ടിയിൽ എണ്ണ ചൂടാകുമ്പോൾ കടുകിടും, പിന്നെ ഉലുവായും ഇടും. അത് ഒന്ന് ജസ്റ്റ് പൊട്ടി കഴിയുമ്പോഴത്തേക്കും ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയും സാധനം കറിവേപ്പില ഇടും. അപ്പോൾ ഇവിടെ ഞങ്ങൾക്കിന്ന് പച്ചമുളക് ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പച്ചമുളക് ഇട്ടില്ല. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പില ഇട്ട് ഒന്ന് മൂപ്പിച്ചു. അതിന് ശേഷം അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ പൊടികൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. അതിൽ ഞാനുണ്ടാക്കുമ്പോൾ ഞാൻ മല്ലിപ്പൊടി ഇടാറില്ല. എൻ്റെ അമ്മ ഇടാറില്ല. അതുകൊണ്ട് ഞാനും എൻ്റെ വീട്ടിൽ അങ്ങനെയല്ല വയ്ക്കുക. മല്ലിപ്പൊടി ഇടാറില്ല. അതുകൊണ്ട് പിന്നെ എനിക്കും എന്തോ മല്ലിപ്പൊടി ഇടാൻ തോന്നാറില്ല. പിന്നെ അത് കഴിഞ്ഞ് തക്കാളി ഇതൊന്ന് നന്നായി മൂത്ത് കഴിയുമ്പോൾ തക്കാളി ഇടും. തക്കാളി ഇവിടെ ഞങ്ങൾക്ക് ഫ്രഷ് തക്കാളി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഫ്രോസൺ തക്കാളിയാണ് ഇട്ടത്. അപ്പോൾ അതും ഒന്ന് നന്നായിട്ട് വഴന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും കുടംപുളി ഇട്ടു. കുടംപുളി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നല്ല തിളച്ച വെള്ളം അതിനകത്തേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ ഇത്ര ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഗ്രേവിയായി. ഇനി കുറച്ച് ഉപ്പിടും. അത് കഴിഞ്ഞ് നന്നായിട്ട് ഒന്ന് തിളയ്ക്കാൻ വയ്ക്കും. ഒരു സിമ്പിൾ പ്രൊസീജിയറാണ് ശരിക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഇത്തിരി കൂടി കറിവേപ്പില ഇട്ടാലും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഇടുവാണെങ്കിൽ അത് ലാസ്റ്റ് ഇടണം, ഏറ്റവും ലാസ്റ്റ് വാങ്ങാറാകുമ്പോഴത്തേക്ക്. അപ്പോൾ ഇത്രയായി കഴിഞ്ഞിട്ട് പിന്നെ മീൻ കഷ്ണങ്ങളെല്ലാം മീൻ കഷ്ണം എടുത്തിട്ടു. അത് ഒന്ന് എല്ലാം അത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നികക്കെ വെള്ളം ഒഴിക്കണം. അങ്ങനെ നികക്കെ വെള്ളം ഒഴിച്ച് പിന്നെ അത് വീണ്ടും തീ വെച്ച് ഇപ്പം ഇത്രയും നേരം തീ കുറച്ച് ലോ ആക്കി വെച്ചിരുന്നേ. അപ്പോൾ വീണ്ടും തീ കൂട്ടി വെച്ച് തിളപ്പിക്കുക. തിളച്ച് കഴിയുമ്പം ഞാൻ ജസ്റ്റ് ഇത്തിരി തീ ഒന്ന് കുറയ്ക്കും. എനിവേ നന്നായിട്ട് തിളച്ചു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ ചട്ടി ഒന്ന് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കുലുക്കി എടുക്കുക. കറി റെഡി. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഉച്ചയൂണായിരുന്നു. അപ്പം തോരനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ക്യാപ്സിക്കം തോരൻ വയ്ക്കാമെന്ന് ഓർത്തു. അതൊന്ന് തോരൻ വെച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ണിമാങ്ങ അച്ചാർ. ഈ കണ്ണിമാങ്ങ അച്ചാർ ഭയങ്കര സൂപ്പറാട്ടോ. ഇത് ഇവിടെ സാമ്പാറിൻ്റെ കൂടെ കഴിച്ചിട്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ കണ്ണിമാങ്ങ അച്ചാറും തോരനും മീനും കൂടെ ആയപ്പോഴത്തേക്കും നല്ല സൂപ്പറായി എന്നാണെങ്കിലും. അപ്പോൾ അന്നേരം ഓർക്കണം, ഇവിടെ മോരുകറി ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. മോരുകറിയും കൂടി ഒഴിച്ചു. അപ്പോൾ വീഡിയോയ്ക്ക് ഒരു ഭംഗിയാവുമല്ലോ കാണാനും ഒക്കെ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചയൂണ്. താങ്ക് യു.